ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്നാ. ഹജ്ജിന് ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഹജ്ജ് ചെയ്ത ഹാജിക്ക് അതാ മബ്റൂറായ ഹജ്ജിന് ഒറ്റ പ്രതിഫലമേ ഉള്ളൂ, അത് സ്വർഗ്ഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന് പോകാൻ പണമുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. എന്തേ പോകാത്തത്? പ്രായമാകട്ടെ ഉസ്താദ്, അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹജ്ജിന്റെ യാത്ര ഒഴിവാക്കുന്ന മുസ്ലിമേ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ മക്കയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജിന് പോകാനുള്ള എല്ലാ സാഹചര്യവും അനുകൂലമായിട്ട് ഹജ്ജ് ചെയ്യാ പോകാത്ത മനുഷ്യ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഹജ്ജിന്റെ യാത്ര ഒഴിവാക്കുന്ന മനുഷ്യ, മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ മക്കയിൽ നിന്ന് നോക്കുമ്പോ ഒരു മനുഷ്യനിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരികയാണ്, ഹജ്ജിന് വേണ്ടി ഇടഞ്ഞു വരികയാണ്. മാനവകളടുത്ത് ചെന്നിട്ട് അത്ഭുതത്തോടെ നോക്കുകയാ. അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എന്റെ നാട് സമർക്കന്താണ്. മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങൾ ചോദിച്ചു, യാത്ര തുടങ്ങിയിട്ട് എത്ര നാളായി? ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയിട്ട് എത്ര നാളായി? മഹാനവറുകളോട് പറയുന്നു, 10 കൊല്ലമായി. ഹജ്ജിന് വേണ്ടി യാത്ര പറഞ്ഞെന്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് 10 വർഷമായി. സുബ്ഹാനല്ലാഹ്, 10 വർഷമായിട്ട് ഇഴഞ്ഞ് ഹജ്ജിന് വരികയാ. മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങൾ കരയാൻ തുടങ്ങി. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ മുഖത്തേക്ക് കരഞ്ഞുകൊണ്ട് നോക്കുകയാ. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ ശഖീഖ് മാലക തൻദുറു ഇലാ മുഅ്തജബാ. അവിടെ ചോദിക്കുന്നു, നീ എന്തേ എന്നെ ഇങ്ങനെ നോക്കുന്നത്? പടച്ചവരെ, തങ്ങൾ പറയുകയാ, 10 കൊല്ലം കൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ഇടഞ്ഞിടഞ്ഞു വരികയാണല്ലോ. ആകെ 10 വർഷമായി നിന്റെ ഈ രംഗം കണ്ടിട്ട് നോക്കുകയാണെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ശഖീഖ് തങ്ങള് 10 വർഷമെന്ന വഴി ദൂരം അല്ലാഹുവിന്റെ ഭവനത്തിനോടുള്ള സ്നേഹമുണ്ടല്ലോ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തിരിക്കുന്ന പരിശുദ്ധമായ കഅബയുണ്ടല്ലോ. ആ കഅബയോടുള്ള മഹബ്ബത്ത് കാരണം 10 വർഷത്തെ വഴിദൂരം എനിക്ക് നിസാരമായി തോന്നി. അല്ലാഹു 10 വർഷത്തെ വഴിദൂരം എനിക്ക് എളുപ്പമാക്കി. എനിക്ക് യാത്രയിൽ ഒരു പ്രയാസവുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഞാൻ ഇടഞ്ഞു വരുന്നത് കണ്ടിട്ടാണോ സങ്കടപ്പെടുന്നത്? അല്ലാഹു എന്റെ ആരോഗ്യം റബ്ബ് നോക്കുമല്ലോ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, നമുക്കിതെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലെ ഹജ്ജിന് പോകാത്തവര്, ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടാത്തവര്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഈ പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വീടിന്റെ അകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെൺമക്കളുണ്ടല്ലോ. ആ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി, ആ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട് ദ്വാരിച്ച ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ 5 നയാ പൈസ കൊടുത്താൽ
അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്ത്? മരിക്കുന്നതിന് മുമ്പ് കാണാറുള്ള ഭാഗ്യമാ. ആദം നബി മുതൽ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 വരുന്ന പ്രവാചകന്മാർ, അല്ലാഹുവേ, മത്താഫിൽ വരാത്ത ഒരു നബിയുമില്ലല്ലോ, മത്താഫിൽ കാലുകുത്താത്ത ഒരു പ്രവാചകനുമില്ല. ആ പ്രവാചകന്മാര് കാലുകുത്തിയ കഅബാലയത്തിന്റെ മത്താഫിൽ നിനക്ക് ചെല്ലണ്ടേ വാപ്പാ? ആ ഹജറുൽ അസ്വദിൽ നിനക്കൊന്ന് ചുംബിക്കണ്ടേ? അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലല്ലേ, അത് ചുംബിച്ചാൽ റബ്ബ് നിന്റെ പാപം പൊറുക്കുമല്ലോ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് നിനക്ക് കരയണ്ടേ? മഖാമു ഇബ്രാഹീമിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കണ്ടേ? ഇസ്മായിലിനകത്ത് കയറിയിട്ട് സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്നിട്ട് നിനക്ക് തൗബ ചെയ്യണ്ടേ? സംസം വെള്ളം മതിപരിവോടെ കോരിക്കുടിക്കണ്ടേ? സഫയും മർവയും നിനക്ക് കാണണ്ടേ? അറഫ കാണണ്ടേ? നിന്നെ കാണണ്ടേ? മുസ്തലിഫ കാണണ്ടേ? അല്ലാഹു നിനക്കതിനുള്ള തൗഫീഖ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളവിടെന്ന് പറയുമ്പോ, ഇത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലമാണ്, റബ്ബ് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലമാണ്. രണ്ടാമത്തെ പ്രതിഫലമെന്താ? ഉസ്താദേ, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണം ഉസ്താദ്. പഠിച്ചവനെ, ഏത് ചെറുപ്പക്കാരനാണ് ആഗ്രഹിക്കാത്തത്? തന്റെ ഭാര്യ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാകണമെന്ന്, തന്റെ ഭർത്താവ് പടച്ചവനെ പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് ആണും പെണ്ണുമായി സദസ്സിലുള്ളത്? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, പടച്ചവൻ നിന്റെ ഭാര്യ സമാനിന്റെ ഭാര്യയോ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാക്ക്, സാലിഹത്തായ ഒരു പെണ്ണാക്ക്, അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണാക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിന്റെ ഭർത്താവിന് അല്ലാഹു നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ പ്രതിഫലമെന്താ? നമ്മുടെ മക്കള് നന്നാകണ്ടേ? നമ്മുടെ മക്കള് കണ്ണിന് കുളിർമയുള്ള മക്കളാകണ്ടേ? നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനറിയുന്നോ? നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാനറിയുന്നോ? നമ്മുടെ കബറിന്റെ ചാരത്ത് വന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ടല്ലാ, എന്റെ വാപ്പയ്ക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന സാലിഹായ മക്കളാകേണ്ടേ? വാപ്പാരെ തല്ലുന്ന, ഉമ്മയെ ചീത്ത വിളിക്കുന്ന, വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന പടച്ചവനെ മോശമായ മക്കളാണോ നമ്മുടെ മക്കളാകേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ പാവപ്പെട്ട കുടുംബത്തിന്, ഈ പാവപ്പെട്ട പെൺമക്കൾക്ക് വിവാഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം നൽകിയ, ഒന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ, രണ്ട് നിന്റെ ഭാര്യ അല്ലാഹു നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതമാണ്, മൂന്ന് സാലിഹായ മക്കളാ, മൂന്ന് സാലിഹായ മക്കളാ, നാല് ഓച്ചിറക്കാർക്ക് നിന്റെ വീടറിയണമെന്നില്ല, ഓച്ചിറയിലെ സർവ്വ ആൾക്കാർക്കും നിന്റെ വീടറിയണമെന്നില്ല. പക്ഷേ ഇന്ന് നിന്റെ വീട് കാണാൻ ഒരു അതിഥി വരും ചെറുപ്പക്കാരാ. ഇന്ന് നിന്റെ വീട് കാണോ, ഇവിടെ വെച്ച് നീ അറ്റ് ചെയ്തിട്ടിറങ്ങിപ്പൊക്കോ. നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും വീടിന്റെ അകത്ത് കിടന്നിറങ്ങുമ്പോ നിന്റെ വീട് കാണാ ഒരതിഥി കിടന്നു വരികയാണ്. അവരാരെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. നിന്റെ വീട് കാണാ വരുന്ന രാത്രിയാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على
أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അള്ളയല്ലേ പറഞ്ഞത്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ആയത്താണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഈ ദുനിയാവിൽ എന്ന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ വീട് കാണാ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അഞ്ചാമത്തെ പ്രതിഫലം എന്താ? അഞ്ചാമത്തെ പ്രതിഫലം എന്താ? സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല, സ്വർഗം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. എങ്കിൽ അല്ല പറയുകയാ, നിനക്ക് ഞാൻ സ്വർഗം തരാ. അല്ല ചോദിക്കുന്ന, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? ഞാൻ തരാ. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ല പറഞ്ഞു, എനിക്ക് നിന്റെ സമ്പത്ത് നൽകിയ, നിന്റെ ശരീരവും നിന്റെ സമ്പത്തും നീ എനിക്ക് നൽകിയ, നിനക്ക് ഞാൻ വഅബ്ശിറൂ ബിൽ ജന്ന. നിന്റെ വാപ്പയുടെ മുഖം നീ കണ്ടവനല്ലേ? നിന്റെ ഉമ്മയുടെ ചിരിക്കുന്ന മുഖം കണ്ടവരല്ലേ? എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ടവരാ. അവര് ചിരിക്കാനുള്ള കാരണം എന്താ? മരിച്ചു കിടന്നപ്പോ പല മുഖങ്ങളും ചിരിച്ചത് എന്തുകൊണ്ടെന്നറിയോ? അവരുടെ മുഖം പ്രകാശിച്ചത് എന്തുകൊണ്ടെന്നറിയോ? അവരുടെ ചുണ്ടില് പുഞ്ചിരി വരാനുള്ള കാരണം എന്തെന്നറിയോ? വഅബ്ശിറൂ ബിൽ ജന്ന. മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുത്തപ്പോ കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ. അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കാണിച്ചിട്ട് മലക്കുകൾ പറയുന്നു, മനുഷ്യ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന. കാണടാ മോനെ, കാണടാ മോനെ, റബ്ബിന്റെ സ്വർഗവിധാനടാ. നീ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കേണ്ടവനല്ല, വിളിച്ചു കൂപികെട്ട് മരിക്കേണ്ടവനല്ല, വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ചിട്ട് മരിക്കേണ്ടവനല്ല, മയ്യത്ത് കാണാൻ വരുന്നവരെ പേടിപ്പിച്ചുകൊണ്ട് കിടക്കേണ്ടവനല്ല. നീ പാവപ്പെട്ട ഒരു ഗതിയും പരഗതിയുമില്ലാതെ വീടിന്റെ കത്തിരുന്ന് കരന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് 1 ഗ്രാമിന്റെ സ്വർണം കൊടുത്ത് സഹായിച്ചവരാ. മോനെ, നിനക്കതിന്റെ പ്രതിഫലം കാണണ്ടേടാ. നോക്കടാ. വഅബ്ശിറൂ ബിൽ ജന്ന. സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാണ് വാപ്പാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാ. പടച്ചവരെ, നാളെ ജുമഅയ്ക്ക് മുമ്പ് വെള്ള തുണിയിൽ നിന്നെ പൊതിയുകയാണ്. കാണേണ്ടവർ മുഴുവനും വന്ന് കണ്ടു. അവസാനം വെള്ളത്തുണിയില് നിന്റെ ജനാസ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് വെള്ളത്തുണിയുടെ മുകളിലേക്ക് കടത്തുകയാണ്. നിന്റെ മൂക്കിന്റെ ദാരത്തിലേക്ക് പഞ്ഞിയെടുത്ത് വെച്ചു. നിന്റെ വീട്ടുകാര് വിളിച്ചു പറയുകയാണ്, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്ത് പൊതിയാൻ പോവുകയാ. കാണേണ്ടവർ കണ്ടോ, കാണേണ്ടവർ കണ്ടോ. നിങ്ങൾ മുഴുവനും തിരക്ക് കൂട്ടിക്കെട്ട് നിന്നെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി കുറച്ച് കഴിയുമ്പോ അല്ലാഹുവേ, കർപ്പൂരം പഞ്ഞിയിൽ മുക്കി നിന്റെ കണ്ണിലും നിന്റെ മൂക്കിലും നിന്റെ ചെവിയിലും നിന്റെ ചുണ്ടിന്റെ ഭാഗത്തെല്ലാം വെച്ചിട്ട് 3 കറ്റം വെള്ളത്തുണിയിലങ്ങ് പൊതിഞ്ഞിട്ട് ഓച്ചിറ പള്ളിയുടെ മൂലയിലിരിക്കുന്ന മയ്യത്ത് കെട്ടി
കെട്ടിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. എല്ലാവരും കൂടെ 3 കെട്ടും കെട്ടിയിട്ട് നിന്നെ പൊക്കിയെടുത്ത് മയ്യത്ത് കെട്ടിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ജനാസയെന്ന് ഉയർത്തുകയാണ്. ജനാസയെന്നുയർത്തുകയാണ്. നാളെ നിന്റെ വീട്ടിലൊരു പൊട്ടിക്കരച്ചലാ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകന് എന്നെ കൈവിട്ടു പോതോ കാണലെന്ന പൊന്നെ. മോനെ പോകുകയാണോടാ, മോനെ പോകുകയാണോ? ഉമ്മായെക്കാലം മുമ്പേ പോയല്ലോടാ. ഉമ്മാടെ മയ്യത്ത് നിസ്കരിക്കണ്ട സിറാജ്, എന്നെക്കാലം മുമ്പ് നീ പോയോടാ. ഇനി എന്നാടാ നിന്നെ കാണുന്നത്? ഇനി എന്നാണ് പൊന്നുമോനെ നിന്നെ കാണുന്നത്? എല്ലാവരും നിറകണ്ണുകളോടെ നാളെ യാത്രയാക്കി എന്റെ പ്രിയമുള്ളവരെ ഓച്ചിറ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്തേക്ക് കൊണ്ടുവെക്കുമ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഉസ്താദേ ഞാൻ അധ്വാനിച്ചത് കണ്ടവന് കൊടുക്കാനല്ല, ഞാൻ പട്ടിണി കിടന്നത്, ഞാൻ ചൂട് കൊണ്ടത് പാപങ്ങൾക്ക് കൊടുക്കാനല്ല, എന്റെ കുടുംബത്തിനാണെന്ന് പറഞ്ഞു വാശി പിടിക്കല്ലേ. നീ പട്ടിണിയാണെങ്കിലും പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പിയാ ഓച്ചിറ പള്ളിയുടെ കബർസാൽ നിന്നെ കൊണ്ടുവന്ന് കബറിന്റെ അകത്തിറക്കി വെച്ചു. 3 കെട്ടുകളും അടിച്ചു മാറ്റി, ഒരു പിടി മണ്ണുവാരി നിന്റെ കബളിന്റെ താഴെ വെച്ചു, പലകയെടുത്ത് നിരത്തി. എല്ലാരും മണ്ണിട്ട് മൂടിയിട്ട് സലാം പറഞ്ഞു പിരിഞ്ഞുപോയി. 3ന്റെ നെങ്ങാണം നിന്റെ കബറിന്റെ പലക പൊളിച്ചാ. സുബ്ഹാനല്ലാഹ്, നിന്റെ കണ്ണീ കബളിന്റെ ഭാഗത്തേക്ക് ഒഴുകിയിറങ്ങിയിരിക്കുകയാണ്. നിന്റെ ശരീരങ്ങള് നിന്റെ മാംസങ്ങള് പടച്ചവനെ ചതല് തിന്നാൻ തുടങ്ങി. അതാ 3 കടിഞ്ഞു, 4 കടിഞ്ഞു, 5 കടിഞ്ഞു, 6 കടിഞ്ഞു. 7ാമത്തെ ദിവസമെങ്ങാണം പലക പൊട്ടിച്ചാ. നിന്റെ വയറിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ബലൂണ് വീർക്കുന്നത് പോലെ വീർത്തു വീർത്ത് വന്ന് പലകയിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയാ. പിന്നെ പൊങ്ങാ സ്ഥലമില്ലാത്തത് കാരണം കൊച്ചുകുഞ്ഞിന്റെ കയ്യിലിരുന്ന് ബലൂണ് പൊട്ടുന്നത് പോലെ നിന്റെ വയറങ്ങ് പൊട്ടും മോനെ. പുഴുക്കൾ നിന്റെ ശരീരത്തിലൂടെ കേറിയിറങ്ങി നടക്കുന്ന രംഗവാ. എങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്നെ മണ്ണ് തിന്നില്ലടാ മോനെ. നീ പുഴുത്തു നാറു